സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വിക്ക് റിവിഷൻ ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഒരു പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ട് നമുക്ക് വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്കാണ് ബേസിക് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഏഴ് ഫണ്ടമെന്റൽ SI യൂണിറ്റ് ഉണ്ട്. ഞാൻ അതിൽ 4 കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം ഇതാണ് ഇമ്പോർട്ടന്റ്. ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ 7 ഫണ്ടമെന്റൽ SI യൂണിറ്റിലെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് മോളും. സിമ്പിൾ എന്ന് വെച്ചാൽ അത് MOL സിമ്പിളിനകത്ത് എന്തില്ല? ഇ ഇല്ല. യൂണിറ്റിനകത്ത് ഇ ഉണ്ട് കേട്ടോ, അത് ഓർത്തോളം. യൂണിറ്റിനകത്ത് മോൾ എന്നാണ്. സിമ്പിളിൽ എഴുതുമ്പോൾ ഇ എഴുതാൻ പാടില്ല. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ക്യാൻഡിലയാണ്. സിമ്പിൾ CD എന്നാണ്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് കേൾക്കാത്തല്ലേ. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. സിമ്പിൾ K ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ യൂണിറ്റ് ആംപിയർ ആണ്. A എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. ഇലക്ട്രിക് ചാർജ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് എന്താ? ചാർജിന്റെ യൂണിറ്റ് പറയൂ. അത് കുളോംബാണ്. കുളോംബ്. ചാർജിന്റെ യൂണിറ്റ് കുളോംബാണ്. C എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ചാർജിന്റെ യൂണിറ്റ് കുളോംബാണ്, അത് C എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതൊക്കെ SI യൂണിറ്റുകളാണ് കേട്ടോ. 7 ഫണ്ടമെന്റൽ SI യൂണിറ്റുകളും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റുകളും ഉണ്ട്. ഈ സപ്ലിമെന്ററി യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് യൂണിറ്റ് ഉണ്ട്, ഡൈമെൻഷൻ ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. സപ്ലിമെന്ററി യൂണിറ്റിനകത്ത് 2 യൂണിറ്റ് ആണ്. ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റേത് സോൾഡ് ആംഗിളും. യൂണിറ്റ് പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് എന്താ? റേഡിയൻ ആണ്. സോൾഡ് ആംഗിൾ ലെഫ്റ്റ് റേഡിയൻ. സിമ്പിൾ നോക്കിക്കോ, RAD/SR പഠിച്ചോളി. 2 എണ്ണം ഉണ്ട്. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ ആർക്ക് ലെന്ത് ടു ദ റേഡിയസ്. ഉണ്ടോ? θ=L/R. അതായത് ഇതാണ് തീറ്റ എങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള L/റേഡിയസ് R. തീറ്റ എന്ന് വെച്ചാൽ ലെന്ത് ബൈ റേഡിയസ് ആണ്. കാരണം ഇതിന്റെ ലെന്തിന്റെ ഡയമെൻഷൻ L ആണ്, റേഡിയസ് ഡയമെൻഷൻ L ആണ്. രണ്ടും കട്ടായി പോയിട്ട് ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഡയമെൻഷൻ വിൽ ബി 0 ഡയമെൻഷൻ. ഇപ്പൊ ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉണ്ടോ? ഉണ്ട്, റേഡിയൻ. അത് സോൾഡ് ആംഗിൾ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർഡ്. അതായത് ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ആംഗിൾ ആൽഫ. ഏതാണ് ആൽഫ? ഇതാണ് ആൽഫ. എങ്കിൽ അത് ഇന്റർസെപ്റ്റ് ചെയ്തേക്കുന്ന ഏരിയ ഡിവൈഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർഡ് ആണ്. നോക്കണം, ഏരിയ എന്ന് വെച്ചാൽ ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. റേഡിയസിന്റെ L ആണ്. റേഡിയസ് സ്ക്വയർ ആയതുകൊണ്ട് L² വരും. 2 കട്ടാവും. ഡയമെൻഷൻ വിൽ ബി നോ ഡയമെൻഷൻ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ അടുത്ത വരുന്ന ടോപ്പിക്കാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും പറയാം ലെന്ത് ഡയമെൻഷൻ എല്ലാം. ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. കറണ്ടിന്റെ ഡയമെൻഷൻ A ആണ്, അത് ആംപിയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കറണ്ടിന്റെ Q ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. എന്ത്? I ഈസ് ഈക്വൽ ടു Q/T, ചാർജ് ബൈ ടൈം. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. അങ്ങനെ ചാർജ് ഈസ് ഈക്വൽ ടു IT എന്ന് കൊടുത്തൂടെ? അതിന്റെ അതായത് നമുക്ക് ക്യൂവിന്റെ ഡയമെൻഷൻ നോക്കാം. ക്യൂവിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ കറണ്ടിന്റെ ഡയമെൻഷൻ ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ ആണ്. കറണ്ടിന്റെ ഡയമെൻഷൻ എത്ര? അത് ആംപിയർ ആണ്. ടൈമിന്റെയോ? T ആണ്. ദാറ്റ് മീൻസ് AT എന്ന് കേൾക്കുമ്പോൾ അത് ചാർജിന്റെ ഡയമെൻഷൻ ആണ്. ചാർജിന്റെ ഡയമെൻഷൻ എത്ര? AT ആണ്. അത് ഓർത്ത് വെച്ചോണം. ചാർജിന്റെ ഡയമെൻഷൻ AT ആണ്. പിന്നെ സ്പീഡ്. ഇപ്പൊ സ്പീഡിന്റെ ഡയമെൻഷൻ എത്ര? അത് നമുക്കറിയാം, LT⁻⁻1 ആണ്. വെലോസിറ്റി അതും LT⁻⁻1 ആണ്. സ്പീഡും വെലോസിറ്റി സെയിം അല്ലേ? സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഒന്ന് സ്കെയിലാറും മറ്റൊരു വെക്ടറും മാത്രമേ ഉള്ളൂ. ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താ? ആക്സലറേഷൻ എന്ന് വെച്ചാൽ A ആണെങ്കിൽ അത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും സെയിം ഡയമെൻഷൻ ആണ്. ഇപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ആയതുകൊണ്ട് LT⁻⁻1 എന്ന് കൊടുത്തു. T ടൈം ആയതുകൊണ്ട് നമുക്കറിയാം LT⁻⁻. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഫോഴ്സ് എന്താ? ഫോഴ്സ് M/A ആണ്. M മാസ് ആണ്, A ആക്സലറേഷൻ ആണ്. അപ്പൊ M LT⁻2 ആണ്. ചെയ്താൽ മതി. മൊമെന്റം എന്ന് വെച്ചാൽ M/V ആണ്, കാരണം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന്റെ ഡയമെൻഷൻ M ആണ്, വെലോസിറ്റി LT⁻⁻1 ആയതുകൊണ്ട് മൊമെന്റത്തിന്റെ MLT⁻⁻1. ഇനി വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ഇപ്പൊ ഇമ്പൾസിന്റെ ഡയമെൻഷനോ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് MLT⁻⁻1. കാരണം ഇമ്പൾസിന്റെ ഡയമെൻഷനും മൊമെന്റത്തിന്റെ ഡയമെൻഷൻ സെയിം ആണ്. കാരണം ഇമ്പൾസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ അത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയമെൻഷനും സെയിം ആയതുകൊണ്ട് ഇമ്പൾസിനും മൊമെന്റത്തിനും സെയിം ഡയമെൻഷൻ ആണ്.
അടുത്ത വർക്ക് ആയിക്കോട്ടെ, എനർജി അതിപ്പോൾ കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും ടോർക്ക് ആയാലും എല്ലാത്തിലും സെയിം ഡയമെൻഷൻ ആണ്. സോ വർക്കിന്റെ ഡയമെൻഷൻ എനർജി ഡയമെൻഷൻ സെയിം ആണ്. അതായത് mL²T⁻²- ആണ്. പവർ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് എന്ന് വെച്ചാൽ mL²T⁻² ആണ്. ടൈം എന്ന് വെച്ചാൽ ടി ആണ്. ദാറ്റ് മീൻസ് mL²T⁻³ ഇസ് ഡയമെൻഷൻ ഓഫ് ദ പവറിന്റെ ഡയമെൻഷൻ. പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ഡയമെൻഷൻ. അതിപ്പോ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം F=G(m1)(m2)/r² എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്ടൺസിന്റെ ഫോഴ്സ്, ന്യൂട്ടന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അത് ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ പഠിക്കും. F=G(m1)(m2)/r². ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. മാസ് m1 m2 രണ്ട് മാസമാണ്. ഇപ്പൊ m² കൊടുക്കുക, റേഡിയസ് സ്ക്വയർ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ജീന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ശരിക്കും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് ആവശ്യമുണ്ടോ? നീ കാണാൻ ചോദിച്ചാൽ പോരെ. m-1l³ ഇസ് ഡയമെൻഷൻ ഓഫ് ദ ഗ്രാവിറ്റി. m-1l³ ആണ്. സ്ട്രെസ്സിന്റെ ഡയമെൻഷനും പ്രഷറിന്റെ ഡയമെൻഷനും സെയിം ആണ്. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ പഠിക്കുന്ന മുമ്പ് പ്രഷറിന്റെ ഡയമെൻഷൻ ഒക്കെ. പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ എന്ന് വെച്ചാൽ എല്ലാം പോയോ? പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് വെച്ചാൽ mL(T⁻²) ഏരിയ L² ആണ്. ദാറ്റ് മീൻസ് mL(T⁻²) ഇസ് ഡയമെൻഷൻ ഓഫ് ദ പ്രഷർ. ഇനി പ്രഷറിന്റെ ഡയമെൻഷൻ അത് തന്നെയാണ് സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ. അത് ഓർത്ത് വെച്ചോളി. mL(T⁻²) ആണ് എന്ത്? സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ. സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ല. കാരണം സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെന്ത് ബൈ ലെന്ത് എന്നാ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഡയമെൻഷൻസ് എന്നാ. ഇപ്പൊ ചേഞ്ച് ഇൻ ലെന്ത് എന്ന് വെച്ചാൽ ലെന്തിന്റെ അതേ ഡയമെൻഷൻ. അപ്പൊ എല്ല് കട്ടായി പോയി സ്ട്രെയിൻ. ഇപ്പൊ എന്ത് സ്ട്രെയിൻ കേട്ടാലും, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് വന്നാലും ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചാലും ഒന്നിനും ഡയമെൻഷൻ. സ്ട്രെയിൻ എന്ന അറ്റത്ത് വന്നാൽ അതിന് ഡയമെൻഷൻ ഇല്ല. എനർജി ഡെൻസിറ്റി പ്രഷറിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ്. അതായത് mL(T⁻²) പ്രഷറിന്റെ ഡയമെൻഷൻ അറിയുകയാണെങ്കിൽ സ്ട്രെസ്സിന്റെ അറിയാൻ പറ്റും, എനർജി ഡെൻസിറ്റി അറിയാൻ പറ്റും, യങ്സ് മോഡുലസ് അറിയാൻ പറ്റും. കാരണം യങ്സ് മോഡുലസ് ഡയമെൻഷനും പ്രഷറിനോട് ഈക്വൽ ആണ്. കാരണം യങ്സ് മോഡുലസിന്റെ ഫോർമുല എന്ന് വെച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. കാരണം യങ്സ് മോഡുലസ് y എന്ന് വെച്ചാൽ അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം പ്രഷറിനോട് സെയിം ആണ്. സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ല. അപ്പം ഈ യങ്സ് മോഡുലസ് ഡയമെൻഷൻ സ്ട്രെസ്സിന്റെ ഡയമെൻഷനോട് സെയിം ആയിരിക്കും. അടുത്ത പ്ലാങ്ക് കോൺസ്റ്റന്റ്. ഇപ്പൊ പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡയമെൻഷൻ മൊമെന്റവും ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷനും സെയിം. കാരണം ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല mv(r) ആണ്. അതായത് mL(T⁻²) into L. ദാറ്റ് മീൻസ് കാരണം r റേഡിയസ്, മാസ്, വെലോസിറ്റി, റേഡിയസ്. അപ്പൊ mL²T⁻² ആണ് എന്ത്? ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ. ഇതേ ഡയമെൻഷൻ തന്നെയാണ് പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡയമെൻഷൻ. അതായത് mL²T⁻² ആണ് പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡയമെൻഷൻ. ഇപ്പൊ പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡയമെൻഷനും ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷനും സെയിം ആണ്. mvr എന്നുള്ള ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ടോർക്ക് നമുക്കറിയാം. ടോർക്കിന്റെ ഡയമെൻഷനും അതുപോലെ തന്നെ എനർജി ഡയമെൻഷനും വർക്കിന്റെ ഡയമെൻഷനും സെയിം ആണ്. ദാറ്റ് മീൻസ് mL²T⁻². കാരണം ടോർക്ക് എന്ന് വെച്ചാൽ ടോർക്ക് ആണ്. അത് ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണ്. ചെയ്ത് നോക്കിയാൽ mL²T⁻² കിട്ടും ടോർക്കിന്റെ ഡയമെൻഷൻ. പിന്നെ കോഎഫിഷ്യൻ ഓഫ് വിസ്കോസിറ്റി നമുക്ക് അറിയേണ്ട ഒരു ഫോർമുല അറിയണം. അത് ഫ്ലൂയിഡ്സിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പൊ അറിഞ്ഞിരിക്കണം. ഇപ്പൊ F=6π(η)r⁻v ആണ്. നമുക്കറിയാം 6π ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ F=(η)r⁻v ആണ്. അപ്പൊ ഈറ്റ ഡയമെൻഷൻ എന്ന് വെച്ചാൽ F/r⁻v ആണ്. ചെയ്ത് നോക്കി. F/r⁻v ആണ് അല്ലെ? F/r⁻v. എഫിന്റെ ഡയമെൻഷൻ mL(T⁻²) ആണ്. റേഡിയസ് L ആണ്. വെലോസിറ്റി L(T⁻²) ആണ്. കട്ടാക്കി mL(T⁻²) T⁻2 -2 + 1 that means -1. mL(T⁻²) L കട്ടാക്കി mL(T⁻²) T⁻². S ഡയമെൻഷൻ ഫോർമുല mL(T⁻²) T⁻². ശരിയല്ലേ? കാരണം mL(T⁻²) ഡിവൈഡ് ബൈ L(T⁻²) കട്ടായി -2 + 1 is -1 കട്ടാം. കാരണം ഫോർമുല എന്താ? mL(T⁻²) T⁻². ഓക്കെ. അടുത്ത എനർജി ഡയമെൻഷൻ നമുക്കറിയാം mL²T⁻². കാരണം എനർജി ഡയമെൻഷൻ വർക്കിംഗ് ഡയമെൻഷൻ പിന്നെ ഇതിന്റെ ടോർക്ക് ഡയമെൻഷൻ സെയിം ആണെന്ന് പഠിച്ചു. ഇപ്പൊ ഇപ്പൊ കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും എനർജിയുടെ യൂണിറ്റ് mL²T⁻² ആണ്. സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ലെന്ത്. ഫോഴ്സ് എന്ന് വെച്ചാൽ mL(T⁻²) ആണ്. ലെന്ത് L ആയതുകൊണ്ട്
നമുക്ക് എന്ത് പറയാൻ പറ്റും? എം എൽ റൈസ് 0 ടി റൈസ് ടു മൈനസ് 2 എം എൽ റൈസ് 0 ടി റൈസ് മൈനസ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത്. വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റി ഒക്കെ +2 ടോപ്പിക്കാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം അല്ലെ. വോൾട്ടേജിന്റെയും റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പം വോൾട്ടേജ് ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇത് +2 പഠിക്കും, പറഞ്ഞിരിക്കുക. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ V ഇൻറ്റു വോൾട്ടേജ് ആണ്. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ചാർജ് ഇൻറ്റു വോൾട്ടേജ് ആണ്. കൈനറ്റിക് എനർജി എന്ന് ചാർജ് ഇൻറ്റു വോൾട്ടേജ് ആണ്. കൈനറ്റിക് എനർജിന്റെ ഡയമെൻഷൻ എന്താ പറയൂ? ml² ടി റൈസ് ടു മൈനസ് 2. ചാർജിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു A ഇൻറ്റു T പഠിച്ചു നോക്കാൻ പറഞ്ഞു, ഇൻറ്റു വോൾട്ടേജ് V. കാരണം Q ഈസ് ഈക്വൽ ടു IT ആണ്. ഇപ്പൊ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് ml² ടി റൈസ് ടു മൈനസ് 3 A റൈസ് ടു മൈനസ് 1 ആണ് ഡയമെൻഷൻ ഓഫ് ദ വോൾട്ടേജ്. ഇതിങ്ങോട്ടങ്ങ് എഴുതി വെച്ചാൽ പോരെ. ml റൈസ് ടു സ്ക്വയർഡ് ടി റൈസ് ടു മൈനസ് 3 A റൈസ് ടു മൈനസ് 1 ആണ് വോൾട്ടേജ്. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ എന്നും കാണാൻ വിളിക്കണം. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് റെസിസ്റ്റൻസ്. നമുക്കറിയാം ഓംസ് ലോ, V ഈസ് ഈക്വൽ ടു IR. ഓംസ് ലോ എല്ലാവർക്കും അറിയാം. ഓംസ് ലോ അങ്ങനെ നമുക്ക് R എന്ന് വെച്ചാൽ എന്താ? V ബൈ I ആണ്. V എന്ന് വെച്ചാൽ എന്താ? ml² ടി റൈസ് ടു മൈനസ് 3 A റൈസ് ടു മൈനസ് 1 ആണ്. കറണ്ടിന്റെ യൂണിറ്റ് A ആണ്. അപ്പൊ നമുക്കറിയാം ml² ടി റൈസ് ടു മൈനസ് 3 A റൈസ് ടു മൈനസ് 2 ആണ്. ഇനി അടുത്ത കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കും. Q ഈസ് ഈക്വൽ ടു CV ആണ് ഫോർമുല. ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് V. അപ്പോൾ C ആണ് വിളിക്കുന്നത്. C എന്ന് വെച്ചാൽ എന്താ? Q ബൈ V ആണ്. Q എന്താ? Q എന്ന് വെച്ചാൽ A ഇൻറ്റു T ആണ് ഡയമെൻഷൻ. വോൾട്ടേജ് ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ? ml² ടി റൈസ് ടു മൈനസ് 3 A റൈസ് ടു മൈനസ് 1. അതായത് m-1 L റൈസ് ടു മൈനസ് 2 T റൈസ് ടു മൈനസ് 4. സോറി, T റൈസ് ടു 4 അല്ലേ? m-1 വൃത്തിക്കേത് അല്ലേ? m-1 L റൈസ് ടു മൈനസ് 2 A റൈസ് ടു 2 T റൈസ് ടു 4. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ. അപ്പോൾ അത്യാവശ്യം എല്ലാ ഡയമെൻഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് റിവൈസ് ചെയ്യുക. ഒരു ചാർട്ടിൽ എഴുതി വെക്കുക. നമ്മൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഓർമ്മയിൽ വയ്ക്കുക. ഇതൊക്കെ ഓർമ്മ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററും ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയെ പറ്റിയ ആംഗിൾ. നമുക്ക് നേരത്തെ പറഞ്ഞു ആംഗിളിനും സോളിഡ് ആംഗിളിനും ഡയമെൻഷൻ ഇല്ല. സ്ട്രെയിൻ പറഞ്ഞു, ഡയമെൻഷൻ ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമെൻഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചാൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ മീഡിയം എന്നാ പറയാം. രണ്ടും സ്പീഡ് ആയതുകൊണ്ട് കട്ടായി പോയിക്കോളും. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. രണ്ടും സ്പീഡ് കട്ടായി പോയിക്കോളും. പിന്നെ പോയ്സൺസ് റേഷ്യോ എന്ന് വെച്ചാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ്. മുകളിലും സ്ട്രെയിൻ താനും സ്ട്രെയിൻ. സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് പോയ്സൺസ് റേഷ്യോ ഡയമെൻഷൻ ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. രണ്ടും ഡെൻസിറ്റി ആയതുകൊണ്ട് കട്ടായി പോയിക്കോളും. സ്പെസിഫിക് ഗ്രാവിറ്റി ഡയമെൻഷൻ ഇല്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഡയമെൻഷൻ ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഡയമെൻഷൻ ഇല്ലാത്ത കാര്യം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നാലോ അല്ലെങ്കിൽ കാണിച്ചുതരാം. സോറി, സൈൻ. ഇപ്പൊ സൈൻ ഒരു ω t + kx എന്ന് വെച്ചാൽ സൈൻ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതായത് ω t + kx ഡയമെൻഷൻ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സൈൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈനോ കോസോ ടാനോ കൊസീക്കോ എന്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു സാധനം വന്നാൽ, ഈ സൈൻ ബ്രാക്കറ്റിനുള്ളിൽ തേങ്ങ, സൈൻ ബ്രാക്കറ്റിനുള്ളിൽ മാങ്ങ, എന്ത് വന്നാലും അതിന് ഡയമെൻഷൻ ഇല്ല. സൈൻ്റെ ഉള്ളിൽ ഏത് ഫംഗ്ഷൻ വന്നാലും അതിന് ഡയമെൻഷൻ ഇല്ല എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് e⁻xt + k. ഈ xt + kക്ക് ഡയമെൻഷൻ ഇല്ല. എക്സ്പോണൻഷ്യൽ അകത്ത് വന്നാലും ട്രിഗ്നോമെട്രിക് അകത്ത് വന്നാലും ഡയമെൻഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്തുണ്ട്? അല്ല, എന്തില്ല. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും യൂണിറ്റ് ഉണ്ട്. കാരണം റേഡിയനും സ്റ്റെറേഡിനും. അപ്പൊ യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് ഇല്ലാത്ത ഓപ്ഷൻ മറ്റു കളഞ്ഞോ. യൂണിറ്റ് എത്താം. ഡയമെൻഷൻ ഇല്ല കാരണം നമ്മൾ ഡയമെൻഷൻ പഠിച്ചില്ല. അപ്പൊ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ. ഇതൊരു നീറ്റ് പി പക്ക. അടുത്ത യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് പി സ്പേസ് ε0. ഇത് +2 ടോപ്പിക് ആണ് കേട്ടോ. +2 ടോപ്പിക് ആണ്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. വന്നതല്ലേ. ഇതിപ്പോ നമുക്ക് വേണ്ടത് നോക്കിക്കേ, യൂണിറ്റ് വൈസ് ആണ് വേണ്ടത്. അപ്പൊ ഡയമെൻഷനല്ലേ വെച്ചത്, യൂണിറ്റ് ആണ് വെച്ചേക്കുന്നത്. ε0 യൂണിറ്റ്. അപ്പൊ ഞാൻ ഒരു ഫോമിൽ പറഞ്ഞ പഠിച്ചോളി. F = 1/4πε0 Q² റേഡിയസിന്റെ സ്ക്വയർ എന്നാ പറയാം. 4πക്ക് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പൊ നമുക്കറിയാം F = 1/ε0 Q² എന്ന് കൊടുക്കാം. നമുക്ക് ε0 ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് Q² F × റേഡിയസ് സ്ക്വയർ കൊടുത്താൽ മതി. Q എന്ന് ചാർജ്. ചാർജിന്റെ SI യൂണിറ്റ് കുളോംബ്. കുളോംബ് സ്ക്വയർ / ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ.
അപ്പൊ ഓപ്ഷൻ 3 അല്ലേ വരിക? കുളോംബ് സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ദിസ് ഓൾസോ നീഡ് പി ബൈ ക്യൂ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു റിലേഷൻ ആണ് 1/√(ε0 μ0) 1/√(μ0 ε0) 1/√(μ0 എന്ന് വെച്ചാൽ LT⁻⁻1 ആണ്. ഇത് എന്ത് ഡയമെൻഷൻ ആണ്? ഇത് സ്പീഡിനോട് ഈക്വൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. 1/√(μ0 ε0) എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ദ ലൈറ്റിനോട് എന്താണ്? ഈക്വൽ ആണ്. സ്പീഡ് ഓഫ് ദ ലൈറ്റിനോട് ഈക്വൽ ആണ്. അടുത്തതും ഇത് നിങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് ടൈമിന്റെ ഡയമെൻഷൻ വരുന്നത് L/R. RC രമേശ് ചെന്നിത്തല √(LC). L/Rഉം RCയും √(LC) എന്ന് വെച്ചാൽ ടൈമിന് അതേ ഡയമെൻഷൻ തന്നെയാണ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതായത് എന്താ പറയുന്നത്? only quantity having same dimension can be added, subtracted, equated. നമുക്ക് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഇക്വേറ്റ് ചെയ്യണമെങ്കിലോ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അതായത് ഒന്നുമില്ല. ഇത് നോക്കണം. AX = A + or - Y എന്ന് പറഞ്ഞാൽ ഇങ്ങനെ x = A + Y അല്ലെങ്കിൽ x = A - Y എന്ന് ആഡ് ചെയ്യണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഇക്വേറ്റ് ചെയ്യണമെങ്കിലോ അവർ ഡയമെൻഷൻ സെയിം ആണ്. അതായത് എക്സിന്റെ ഡയമെൻഷനും എന്റെ ഡയമെൻഷനും വൈന്റെ ഡയമെൻഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഇക്വേറ്റ് ചെയ്യാനോ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് എക്സിന്റെ ഡയമെൻഷനും എന്റെ ഡയമെൻഷനും വൈ ഡയമെൻഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. എക്സാം നോക്കണം. V = U + AT. നമുക്ക് പണ്ട് മുതലേ പഠിച്ച ഫോമിലാണ്. V = U + AT. V എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, A × T ആക്സലറേഷൻ ടൈമും. അതായത് ഇത് ഈ വിന്റെ ഡയമെൻഷനും യുവിന്റെ ഡയമെൻഷനും എയ്റ്റിന്റെ ഡയമെൻഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പ്ലസ് വെച്ച് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും സെയിം ആവണം. ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും സെയിം ആവണം. അതായത് ഈ വിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ LT⁻⁻1 ആണ്. ഈ യുവിന്റെ ഡയമെൻഷൻ എന്താ? അതും വെലോസിറ്റി ആയതുകൊണ്ട് LT⁻⁻1 ആണ്. ഇനി എയ്റ്റിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ ഏത് ആക്സലറേഷൻ? LT⁻⁻2 ആണ്. T ടൈം T ആ. ദാറ്റ് മീൻസ് LT⁻⁻1 ആണ്. അപ്പോൾ LT⁻⁻1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. കാരണം ഈ മൂന്നിന്റെയും എന്ത് കറക്റ്റ് ആണ്? ഡയമെൻഷൻ കറക്റ്റ് ആണ്. മൂന്നിന്റെ ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ് എപ്പോഴും കറക്റ്റ് ആവുക. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായാലോ? ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെങ്കിലോ നെഗറ്റീവ് ചെയ്യണമെങ്കിലോ ഇക്വേറ്റ് ചെയ്യണമെങ്കിലോ ഡയമെൻഷൻ ഷുഡ് ബി സെയിം. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. A force is given by F = AT + BT squared, where T is time. Dimension of A and B ആണോ? എന്റെ ഡയമെൻഷൻ ബിന്റെ ഡയമെൻഷൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫോഴ്സ് എന്താ? അപ്പൊ ഇക്വേഷൻ F = AT + BT squared. നിങ്ങൾ ക്വസ്റ്റ്യൻ പൗസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം കാണാം. ഈ എഫിന്റെ ഡയമെൻഷനും ഈ എയ്റ്റിന്റെ ഡയമെൻഷനും ഈ ഒരു BT സ്ക്വയർഡിന്റെ ഡയമെൻഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. F എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL⁻⁻2 ആണ്. എന്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല. T എന്ന് വെച്ചാൽ ടൈം ആണ്. ടൈം നമുക്ക് അറിയാം. ദാറ്റ് മീൻസ് എന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അത് mL⁻⁻3 ആണ്. mL⁻⁻3 ആണ് എന്റെ ഡയമെൻഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ഡയമെൻഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് വേറെ കാര്യം ചെയ്യാം. എഫിന്റെ ഡയമെൻഷനും അതുപോലെ തന്നെ BT സ്ക്വയറിന്റെ ഡയമെൻഷനും സെയിം ആകണം. ഇക്വേഷൻ ഹോമോജിനിറ്റി വരാം. എഫിന്റെ ഡയമെൻഷൻ എന്താ? mL⁻⁻2 ആണ്. ഡിവൈഡ് ബൈ T സ്ക്വയർ ആണ്. അപ്പോൾ mL⁻⁻4 ഇസ് ഡയമെൻഷൻ ഓഫ് ദ ബിന്റെ ഡയമെൻഷൻ കിട്ടി. അങ്ങനെ എന്റെ ഡയമെൻഷൻ കിട്ടി, ബിന്റെ ഡയമെൻഷൻ കിട്ടി. ക്വസ്റ്റ്യൻ ചോദിക്കുക തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഒരു സൈൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ വന്നു. ഇത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് കെന്റെ ഡയമെൻഷൻ പറയൂ. കെന്റെ ഡയമെൻഷൻ പറ. നമുക്കറിയാം സൈൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ അതിന് ഡയമെൻഷൻ 0 ആവും. അതായത് ഈ ഇത്രയും ടേമിന് ഡയമെൻഷൻ ഇല്ല. അതായത് ω⁡ ഡയമെൻഷനും KXന്റെ ഡയമെൻഷനും സെയിം ആകണം. അല്ലേ? കാരണം ഈ ω⁡ KXും തമ്മിൽ കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ രണ്ടുപേരുടെ ഡയമെൻഷൻ സെയിം ആവണം. അതായത് ഈ ω⁡ ഡയമെൻഷനും KXന്റെ ഡയമെൻഷനും സെയിം ആയാൽ മാത്രമേ അവർ തമ്മിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു രണ്ട് സാധനം തമ്മിൽ കുറയ്ക്കണമെങ്കിൽ അവരുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ω⁡ - KX. ω⁡ ഡയമെൻഷനും KXന്റെ ഡയമെൻഷനും സെയിം ആകണം. അപ്പോൾ കെന്റെ ഡയമെൻഷൻ ഡയമെൻഷൻ എന്താ പറയൂ? ഡയമെൻഷൻ നമുക്ക് ഒന്നെങ്കിൽ അറിയാം. എന്ന് വെച്ചാൽ എന്നറിയാവോ? ഒമേഗയുടെ ഫോർമുല എന്ന് വെച്ചാൽ അത് എന്ന് വെച്ചാൽ 2π/time
ടൈം പീരീഡ്, അതായത് 2π ടൈം. 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഒമേഗയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ 1 ടൈമിന്റെ ഡയമെൻഷൻ ഇടിക്കില്ല, അതായത് ടൈമിന്റെ ഇൻവേഴ്സിനോട് ഇടിക്കില്ല. മനസ്സിലായോ? ഒമേഗ എന്ന് വെച്ചാൽ 2π ടൈം പീരീഡ്. 2πക്ക് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഒമേഗ ഡയമെൻഷൻ 1/t, അതായത് ടൈം പീരീഡിന്റെ ഇൻവേഴ്സിനോട് ഈക്വൽ. അതായത് ഒമേഗ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ടൈം ഇൻവേഴ്സിനോട് ഈക്വൽ ആണ്. പിന്നെ ഈ ടി എന്ന് വെച്ചാൽ ടൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ ലെന്ത് ആയിരിക്കും. എക്സ് ലെന്ത് ആണ്. ഇത് രണ്ടും കട്ടായി. അപ്പൊ കെന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എൽ റേസ് ടു -1 ആണ്. അതായത് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. അതിൽ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ആണ്. സൈൻ്റെ ഉള്ളിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും അതിന് ഡയമെൻഷൻ പാടില്ല. നമുക്കറിയാം ഒമേഗ ടിയുടെ ഡയമെൻഷനും കെ എക്സിന്റെ ഡയമെൻഷനും സെയിം ആണ്. ഇനി സൈൻ്റെ ഉള്ളിൽ എന്ത് സാധനം വന്നാലും ഡയമെൻഷൻ 0 ആയിരിക്കണം. അതായത് ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ M0 L0 T0 ആയിരിക്കണം. അതായത് കെ എക്സിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ M0 L0 T0. എക്സിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ കെയിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അത് 1/x ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് L/1. ഏത് കോൺസെപ്റ്റ് വേണമെങ്കിലും ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളൂ. അടുത്തതാണ് യൂണിറ്റ് കൺവേർഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂണിറ്റ് കൺവേർഷൻ. അപ്പൊ യൂണിറ്റ് കൺവേർഷൻ നോക്കുവാണെങ്കിൽ എന്നും യുവും കോൺസ്റ്റന്റ് ആണ്. സാർ എന്താണ് യു? എൻ എന്ന് വെച്ചാൽ നമ്പർ പാർട്ട്, യു എന്ന് വെച്ചാൽ യൂണിറ്റ്. എൻ എന്ന് വെച്ചാൽ നമ്പർ, യു എന്ന് വെച്ചാൽ യൂണിറ്റ്. അതായത് നമ്പർ ഇൻറ്റു യൂണിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് യൂണിറ്റ് കൺവേർഷൻ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഈ എന്നും യുവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഹൈപ്പർബോള ഗ്രാഫ് വരും. എന്നും ടുവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻ എപ്പോൾ നമ്പർ കൂടിയ യൂണിറ്റ് കുറയും, ന്യൂമറിക്കൽ പാർട്ട് കൂടിയ യൂണിറ്റ് കുറയും. അറിയത്തില്ലേ? എക്സാമ്പിൾ പറയാം. യൂണിറ്റ് വലുതായാൽ നമ്പർ പാർട്ട് ചെറുതാവും. നോക്കണം, 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്ററില് 100 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ നമുക്കറിയാം യൂണിറ്റ് ചെറുതാണ്, അപ്പൊ നമ്പർ പാർട്ട് വലുതായി. പക്ഷേ ഇത് തന്നെയല്ലേ 1 മീറ്റർ, അപ്പോൾ യൂണിറ്റ് വലുതായി, നമ്പർ പാർട്ട് ചെറുതായി. ഇവിടെ യൂണിറ്റ് പാർട്ട് ചെറുതാണ്, ഇവിടെ യൂണിറ്റ് പാർട്ട് വലുതാണ്. യൂണിറ്റ് പാർട്ട് ചെറുതാവുമ്പോൾ നമ്പർ പാർട്ട് കൂടും, യൂണിറ്റ് പാർട്ട് വലുതാവുമ്പോൾ നമ്പർ പാർട്ട് കുറയും. കാരണം എന്നും യുവും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം 100 സെന്റിമീറ്റർ തന്നെയാണ് 1 മീറ്റർ, 100 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും 1 മീറ്റർ. ഇപ്പൊ നമ്പർ പാർട്ട് കുറഞ്ഞപ്പോൾ യൂണിറ്റ് പാർട്ട് കൂടി എന്നുള്ളതിന്റെ ടോപ്പിക്കാണ് ഇത്. എൻ യു കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം എൻ യു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് N1 U1 ഈസ് ഈക്വൽ ടു N2 U2. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. എങ്കിൽ if the value of the work done is 10 raised to 10 gram centimeter square f raised to -2, then find the value in SI unit. നമുക്ക് ഏത് ഉപയോഗിക്കാം? N1 U1 ഈസ് ഈക്വൽ ടു N2 U2 ഉപയോഗിക്കാം. N1 എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ന്യൂമറിക്കൽ പാർട്ട്, അതായത് 10 raised to 10 തന്നിരിക്കുന്ന ന്യൂമറിക്കൽ പാർട്ട്, തന്നിരിക്കുന്ന യൂണിറ്റ് ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ പാർട്ട് നെക്സ്റ്റ് കൊടുത്തു ഇൻറ്റു U2 എന്ന് വെച്ചാൽ SI യൂണിറ്റിലെ യൂണിറ്റ്. ഗ്രാമിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്, അതായത് 10 raised to 3 ഗ്രാം ആണ്. സെന്റിമീറ്റർ എന്ന് വെച്ചാൽ മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് വെച്ചാൽ 10 raised to 2 സെന്റിമീറ്റർ. അതായത് 10 raised to 2 സെന്റിമീറ്റർ ദ ഹോൾ സ്ക്വയർ. കാരണം സെന്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ, രണ്ടൊരു യൂണിറ്റിലും സെക്കൻഡ് സെയിം ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഗ്രാമും സെന്റിമീറ്റർ സ്ക്വയറും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. അപ്പൊ 10 raised to 10 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10 raised to 3 ഇൻറ്റു 10 raised to 4 എന്ന് വരും. ദാറ്റ് മീൻസ് 10 raised to 7 എക്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് 10 raised to 3 ആണ് എക്സ്. അതായത് 10 raised to 3 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതൊരു നീറ്റ് PBIക്ക് വന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയാണ് യൂണിറ്റ് കൺവേർഷൻ ചെയ്യുക. N1 U1 is equal to N2 U2. ഇത് മാത്രം അറിഞ്ഞാൽ മതി. N1 U1 is equal to N2 U2. അടുത്തത് സിഗ്നിഫിക്കന്റ് ഫിഗറിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് തിയറി നോക്കാം. ഓൾ നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കന്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റും, സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കന്റ് ആവുന്നു. കണ്ടോ, ഇവിടെ 4.125 123 ഇവിടെ എല്ലാ നോൺ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അതായത് 4 സിഗ്നിഫിക്കന്റ് ആണ്, 1 സിഗ്നിഫിക്കന്റ്, 2 സിഗ്നിഫിക്കന്റ്, 5 സിഗ്നിഫിക്കന്റ്. അങ്ങനെ നമുക്ക് മൊത്തം 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. കാരണം എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇത് സീറോ അല്ലാത്തതാണ് മൊത്തം വന്നേക്കുന്നത്, അപ്പൊ മൊത്തം സിഗ്നിഫിക്കന്റ് ആണ്. അടുത്ത ഓൾ ദ സീറോ ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻസ്. അതായത് നമുക്കറിയാം എല്ലാ സിഗ്നിഫിക്കന്റും
എല്ലാ നോൺ സീറോകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 1 സിഗ്നിഫിക്കന്റ് ആണ്, 2ഉം 9ഉം സിഗ്നിഫിക്കന്റ് ആണ്. 1ഉം 9 സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അങ്ങനെ ഇവിടെ മൊത്തം 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞുള്ള കാര്യം മനസ്സിലായത് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കിയാൽ ഈ 4 സിഗ്നിഫിക്കന്റ് ആണ്, കാരണം 1 സിഗ്നിഫിക്കന്റ്. നമുക്കറിയാം എന്തറിയാം, എല്ലാ നോൺ സീറോകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ 2 നോൺ സീറോയുടെ ഇടയിലുള്ള സീറോകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇത് സിഗ്നിഫിക്കന്റ്, ഇത് സിഗ്നിഫിക്കന്റ്, ഇത് സിഗ്നിഫിക്കന്റ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ നമ്പർ ഒബിയസ്ലി സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ എത്ര 1 2 3 4 5 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഇവിടെ ഉള്ളത്. അടുത്ത 0 പ്ലേസ് ലെഫ്റ്റ് ടു ദ നമ്പർ ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അതായത് ഇത് കണ്ടോ, നമുക്ക് ആ നമ്പർ പാർട്ട് മൊത്തം സിഗ്നിഫിക്കന്റ് ആണ്. ഇത് സിഗ്നിഫിക്കന്റ്, ഇത് സിഗ്നിഫിക്കന്റ്. നോൺ സീറോ പാർട്ടുകൾ സിഗ്നിഫിക്കന്റ് ആണ്. ഈ ഒരു നമ്പറിന്റെ ലെഫ്റ്റിലുള്ള സീറോസ് അത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ നമുക്ക് ഇവിടെ മുതൽ നോക്കിയാൽ മതി, ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളൂ. കാരണം ഈ സീറോസ്, കാരണം നമ്പറിന്റെ ലെഫ്റ്റിലുള്ള സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് 3 ഉള്ളൂ സിഗ്നിഫിക്കന്റ്. അതുപോലെ നോക്കാം, ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ്, അത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇപ്പുറത്തുള്ളത് സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. ലെഫ്റ്റിലുള്ള സാധനം സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഉള്ളത്? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. കാരണം ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. റൈറ്റിലുള്ള സീറോസ് മൊത്തം സിഗ്നിഫിക്കന്റ് ആണ്. റൈറ്റിലുള്ള സീറോസ് സിഗ്നിഫിക്കന്റ് ആണ് ഡെസിബൽ ഉണ്ടെങ്കിൽ. അതിപ്പോ നിങ്ങൾ ആ റൂൾ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ ചോദിച്ചാൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് സെപ്പറേറ്റ് സിഗ്നിഫിക്കന്റ് റൂൾ നോക്കാം. പിന്നെ സിഗ്നിഫിക്കന്റ് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ സിഗ്നിഫിക്കന്റ്. അതിന് മുമ്പ് നമുക്ക് ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് നോക്കാം അല്ലെ. ഇതെന്താ, ഇത് ശരിക്കും സയന്റിഫിക് നൊട്ടേഷൻ നമ്മളൊരു ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എഴുതുന്ന ഒരു ഫോമാറ്റ് ആണ് n = a × 10⁻⁵ എന്ന് പറയുന്നത്. ഈ a എന്ന് വെച്ചാൽ a ഈസ് ദ നമ്പർ ബിറ്റ്വീൻ 1 ആൻഡ് 10. 1ന്റെ 10ന്റെ ഇടയിൽ, 1ന്റെയും 10ന്റെ ഇടയിലുള്ള ഒരു നമ്പറാണ്. 1ന്റെയും 10ന്റെയും ഇടയിലുള്ള നമ്പറാണ് a എന്ന് വെച്ചാൽ. ഈ b എന്ന് വെച്ചാൽ എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്പർ പവർ ഓഫ് 10. 10ന്റെ പവർ ആയിട്ട് എഴുതുന്ന ഒരു നമ്പറാണ്. ഈ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഓക്കെ. ഇപ്പൊ എ എന്ന് വെച്ചാൽ 5നെക്കാട്ടിലോ ചെറുതോ 5നോട് ഈക്വലോ ആണെങ്കിൽ ഈ എ എന്ന് പറയാൻ 1 ആക്കുക. നമുക്ക് എക്സാമ്പിളോട് പഠിക്കാം. ഇനിയിപ്പോൾ എ എന്ന് വെച്ചാൽ 5നെക്കാട്ടിലും വലുതും 10നോടെക്കാട്ടിലും ചെറുതും 10നോട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ എ എന്ന് വെച്ചാൽ 10നോട് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഈ ശരിക്കും എന്താണ് ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഈ ബി കണ്ടുപിടിച്ചാൽ മതി, അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ബി ആണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ബി, അതായത് 10⁻⁵ അല്ലേ, അതായത് a × 10⁻⁵. അതിൽ ഇതാണ് ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്. 10ന്റെ മുകളിൽ കിടക്കുന്ന സാധനം എടുത്ത് ചോദിച്ചാൽ അതാണ് ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്. ഒരു ക്വസ്റ്റ്യൻ ആണ് 49. ഇത് 49 ആട്ടോ, 49 ആണ്. 49ന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ, ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ അതിന് ഡെസിമൽ ആക്കണം. ഡെസിമൽ ആക്കുമ്പോൾ നമുക്ക് എന്താ പറയാം, 4.9 × 10. അപ്പോൾ 4.9 × 10 ആകുമ്പോൾ ഇത് 5നെക്കാട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ 1 റൗണ്ട് ഓഫ് ചെയ്യാം. ഈ ഷുഡ് ബി റൗണ്ട് ഓഫ് ടു ദ 1 × 10. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണ്? 1 ആണ്. കാരണം 10⁻1 ആണ്. 10ന്റെ മുകളിൽ സാധനമൊന്നുമില്ല എന്നൊരു 0 എഴുതാൻ പാടില്ല. കാരണം 10⁻0 1 എനി നമ്പർ 0 1. അപ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ അവിടെ 1 ആണെന്ന് അർത്ഥം. 1. അപ്പൊ അവിടെ ഓർഡർ 1. ഞാൻ മനസ്സിലായില്ലെങ്കിൽ അടുത്ത ദിവസം ഇത് നമുക്ക് എഴുതിക്കേ 6.590 × 10⁻3. കാരണം എന്തുകൊണ്ടാണ് സാർ 65 ആയാലും പറ്റില്ല. കാരണം എ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് വെച്ചാൽ 1ന്റെയും 10ന്റെയും ഇടയിൽ നിൽക്കണം. ഈ ഇവിടുത്തെ ഡെസിമലിന്റെ അപ്പുറത്തുള്ള വാല്യൂ, അതായത് ഇപ്പൊ ഇവിടെ 6 നിൽക്കുന്നില്ലേ, ആ ഡെസിമലിന്റെ അപ്പുറത്തുള്ള വാല്യൂ 1ന്റെയും 10ന്റെ ഇടയ്ക്ക് നിൽക്കണം. 10നെക്കാളും കൂടാൻ പാടില്ല, 1നെക്കാളും ചെറുതാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 65 പോയിന്റ് ഇടാതെ 6.5 എടുത്തത്. കാരണം അതാണ് സയന്റിഫിക് നൊട്ടേഷൻ. 1ന്റെയും 10ന്റെ ഇടയിലുള്ള വാല്യൂ വേണം ഡെസിമലിന്റെ അപ്പുറത്ത് ഇടാൻ. അപ്പൊ നോക്കണം, ഇതിപ്പോ 5നെക്കാട്ടി കൂടിപ്പോയി. 5നെക്കാട്ടി കൂടിപ്പോയാൽ റൗണ്ട് ഓഫ് ദ 10 കണ്ടോ. 5നെക്കാട്ടി കൂടിപ്പോയാൽ 10നോട് റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 6 ആയതുകൊണ്ട് 5നെക്കാട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ 10 × 10⁻3 എന്നുള്ളത് ദാറ്റ് മീൻസ് 10⁻4 ആണ്. ഓർഡർ എത്ര? ഓർഡർ 4 ആണ്. ഓർഡർ 4 ഓർഡർ 3 ആണ്. ഓർഡർ 4 ആണ്. കാരണം ഇത് 10നോട് ഇക്വേറ്റ് ചെയ്ത് 10 ആയി. 10 × 10⁻4 ദാറ്റ് മീൻസ് 4 ആണ് ഓർഡർ. ഓക്കെ. അടുത്ത റൗണ്ടിങ് ഓഫ് ആണ്. റൗണ്ടിങ് ഓഫ് ടു 1 ഡെസിമൽ പോയിന്റ്. റൗണ്ടിങ് ഓഫ് ടു 1 ഡെസിമൽ പോയിന്റ്. ഒരു ഡെസിമൽ പോയിന്റ്, അത് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ്. അതായത് നമുക്ക് ഈ 4.62 ഉള്ളത് ഒരു ഡെസിമൽ പോയിന്റ്. ഇതിപ്പോ 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്, അതിപ്പോ ഒരു ഡെസിമൽ പോയിന്റ് ആക്കണം. ഇത് നമുക്ക് 4.6. കാരണം എന്തുകൊണ്ടാ, 5നെക്കാളിലും ഈ 6ന്റെ അപ്പുറത്ത് 5നെക്കാളിലും ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 4.6 ആക്കി മാറ്റാൻ പറ്റും.
മനസ്സിലായില്ലോ? ഇപ്പൊ 4.61 ആണെങ്കിലോ നമുക്കത് 4.6 ആക്കാം. ഇപ്പം 4.64 ആണെങ്കിലോ നമുക്കത് 4.6 ആക്കാം. 4.63 ആണെങ്കിലോ നമുക്കത് 4.6 ആക്കാം. അത് കുഴപ്പമില്ല, യാതൊരു വിഷയമില്ല, യാതൊരു കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 4.67 ആണെങ്കിലോ അത് 4.7 ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. കാരണം 5നെക്കാട്ടി വലുതായി. കാരണം ഈ ഇപ്പുറത്തുള്ള വാല്യൂ 5നെക്കാട്ടി വലുതായി പോയാൽ തൊട്ട് മുകളിലുള്ള വാല്യൂനോട് റൗണ്ട് ഓഫ് ചെയ്യണം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്തത് 4.47 റൗണ്ട് ഓഫ് ടു ദ 1 ഡെസിബൽ പോയിന്റ്. 5നെക്കാട്ടി വലിയൊരു വാല്യൂ ആണ്. അതായത് നമുക്കപ്പം ഇത് എത്ര 4 അല്ലേ? പോയി എല്ലാം പോയി. ആ ഒരു ഫ്ലോയിൽ വന്നോട്ടല്ലേ നമ്മള്. ഫ്ലോയിൽ വന്നോണ്ടല്ലേ പോണം. അതായത് 4.5 ആണ്. കാരണം 4ന്റെ ഇപ്പുറത്തുള്ള വാല്യൂ എന്ന് വെച്ചാൽ അത് 5നെക്കാട്ടി വലിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ തൊട്ട് മുകളിലുള്ള നമ്പറുമായിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. ഇത് നോക്കിയേ 3.75 വന്നു. 3.75 വന്നു. 5 വന്നാൽ 5ന്റെ ഇപ്പുറത്ത് വേറെ വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ 3.754 വന്നാൽ 7.4 വന്നാൽ റൗണ്ട് ഓഫ് ടു ദ 1 ഡെസിമൽ പോയിന്റ്, അതായത് ഡെസിമൽ ആൻഡ് ഒറ്റ പോയിന്റ് മതി എന്നുണ്ടെങ്കിൽ ഇതിപ്പം 5ന്റെ ഇപ്പുറത്ത് 4 വന്നാൽ അതിപ്പോ 5നെക്കാട്ടി വലിയൊരു വാല്യൂ ആയതുകൊണ്ട് 3.8 ആക്കാൻ പറ്റും. മനസ്സിലായോ? ആ കേസ് അല്ല ഈ കേസ്. ഇവിടെ കൃത്യം 5 വന്നു. അപ്പൊ നമുക്ക് എന്തോ കൃത്യം മിഡിൽ നിൽക്കുകയാണ്. 5 വന്നാൽ നമുക്ക് അത് വേറൊരു പരിപാടി നോക്കണം. കാരണം ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ അറിയാം, ഇത് 3.54 5നെക്കാട്ടി കുറച്ച് കൂടി. ഇതിപ്പോ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 5 ആണെങ്കിൽ ഈ ഒരു വാല്യൂ നിൽക്കുന്നത് ഇവിടെ ആയിട്ടാണ്, കുറച്ച് ഇവിടെ ആയിട്ടാണ്, ഇവിടെ ആയിട്ടാണ്. ഈ വാല്യൂ നിൽക്കുന്നത് കൃത്യം ഈ പോയിന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ തീരുമാനിക്കും മുകളിലേക്കാണോ താഴേക്കാണോ എന്ന്? അവിടെ നമുക്ക് റൂൾ പഠിച്ചിട്ടുണ്ട്. എന്ത് റൂളാണ് പഠിച്ചിട്ടുള്ളത്? ഈ ഒരു 5ന്റെ ഇപ്പുറത്തുള്ള, അതായത് 5ന്റെ ഈ ഒരു 5ന്റെ ഇപ്പുറത്തുള്ള വാല്യൂ ഓഡ് ആണെങ്കിൽ മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക, ഈവൻ ആണെങ്കിൽ താഴേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ഇതിപ്പോ ഓഡ് ആയതുകൊണ്ട് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 3.8 ആക്കി മാറ്റി. ഇനി ഇതിപ്പോൾ 3.45 ആണെങ്കിലോ ഇപ്പുറത്തുള്ള ഓഡ് ആയതുകൊണ്ട് 3.4 ആക്കി മാറ്റി. ഇതിപ്പോ 3.8 ആക്കി മാറ്റി, 3.4 ആക്കി മാറ്റി. ഓഡ് ഈവൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? 5ന്റെ ഇപ്പുറത്ത് വേറെ വാല്യൂ ഒന്നും വന്നിട്ടില്ല എങ്കിൽ, 5ന്റെ ഇപ്പുറത്ത് വേറെ വാല്യൂ ഉണ്ടെങ്കിൽ അത് 5നെക്കാട്ടി വലുതായി, അത് മുകളിലേക്ക് വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ. ഓക്കെ, ഇതിപ്പോ 2026 നീറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇതിപ്പോ ഇത് നോക്കിയേ, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കണം, ചെയ്യാം. അപ്പൊ രണ്ട് ഫിഗർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്തേ 4.6ഉം 5.4 ആഡ് ചെയ്തേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 10.0 കിട്ടും. 10.0 എന്ന് വേണം നമ്മൾ എഴുതാൻ. കാരണം ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പർ തന്നെ നമുക്ക് എവിടെ വേണം? ആൻസറിൽ വേണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അത്രയും കോംപ്ലിക്കേറ്റ് വന്നിട്ടില്ല. അതായത് നോക്കാം, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറാണുള്ളത്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറാണുള്ളത് എങ്കിൽ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ വേണം. ക്വസ്റ്റ്യന് തന്നേക്കുന്നത് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ഡെസിമൽ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഡെസിമൽ ഒരു നമ്പർ ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിലും ഒരു നമ്പർ തന്നെ വേണം. ഡെസിമൽ ഒരു നമ്പർ വേണം. അതാണ് ആഡ് ചെയ്യുന്ന റൂൾ. അടുത്ത ദിവസം നോക്കണം. ഇതിപ്പോ ചുമ്മാ ഡയറക്റ്റ് ഒരു ആഡ് ചെയ്യാൻ പാടില്ല. കാരണം പവർ വ്യത്യാസമുണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യാം. എങ്ങനെ സെയിം ആക്കും? ഇത് 10⁻⁻6 10⁻⁻5 ആക്കിക്കേ. അപ്പോൾ നമുക്ക് 0.38 ഇൻറ്റു 10⁻⁻5 പ്ലസ് 4.2 ഇൻറ്റു 10⁻⁻5, അതായത് 0.38ഉം 4.2ഉം കൊടുക്കുമ്പോൾ 4.58 ഇൻറ്റു 10⁻⁻5. ഓക്കെ, ഇത് 10⁻⁻5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാൾ എങ്കിൽ ഉത്തരത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാളെ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഡെസിമൽ 2 പേരുണ്ട്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 4.58 വന്നത്. 8 വരികയാണെങ്കിൽ അത് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 4.6 ഇൻറ്റു 10⁻⁻5 ഇസ് റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് പരിപാടി. ആഡ് ചെയ്യുമ്പോൾ
ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട് എന്ന് നോക്കണം. കാരണം ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാള്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാള് എങ്കിൽ ഉത്തരത്തിലും ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാൾ തന്നെ വേണം. ഓക്കെ, ശരിക്കും ഒരു ഇങ്ങനെ ശരിക്കും ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. 4.65 പ്ലസ് 4.8 ആഡ് ചെയ്യുമ്പോൾ 4.65ഉം 4.8ഉം ചെയ്യുമ്പോൾ എത്ര വരുടാ? 9.45 വരും. ഇതാണോ ശരിക്കുള്ള രീതി? അങ്ങനല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പേരുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാളെ ഉള്ളൂ എങ്കിൽ 2 കൊടുക്കണോ 1 കൊടുക്കണോ? ഏറ്റവും ചെറിയ വാല്യൂ എവിടെയാണോ അത് കൊടുക്കണം. ഇവിടെ 2 ആണോ 1 ആണോ ചെറുത്? 1 ആണ് ചെറുത്. അപ്പോൾ ഈ ഒരു 1 ആണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഒരാൾ മാത്രമേ പാടുള്ളൂ. റൗണ്ട് ഓഫ് ചെയ്യും. 4. ഇവിടെ 5 ആ വന്നത്. 5 വരുമ്പോൾ ഇപ്പുറത്ത് നോക്കണം. ഇപ്പുറത്ത് ഈവനാ വന്നത് എങ്കിൽ അത് ആ നമ്പർ തന്നെ ആക്കി കൊടുക്കാവൂ. ഓണാണെങ്കിലോ മുകളിലേക്ക്, ഈവൻ ആണെങ്കിലോ താഴേക്ക്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഡെസിമൽ ആയിട്ട് 2 പേര് വന്നു, ഇവിടെ ഡെസിമൽ ആയിട്ട് ഒരാൾ വന്നു എങ്കിൽ ഏറ്റവും ചെറിയ ആൾ ഏതാണോ ആ ആൾ വേണം അവസാനത്തെ ഉത്തരത്തിൽ കൊടുക്കാൻ. ഒരാൾ. ഇവിടെ ഡെസിമൽ ആയിട്ട് ഒരാൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പൊ എന്ത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതാണ് കേട്ടോ, സമയം കുറച്ച് മോശമായതുകൊണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് പ്രിസൈസ് ഏറ്റവും അക്യുറേറ്റ്, ഏറ്റവും പ്രിസൈസ് എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ പറയും 5.00 മില്ലിമീറ്റർ ആണ്. കാരണം ഏറ്റവും ചെറിയ യൂണിറ്റിനും പ്രിസൈസ് കൂടും. യൂണിറ്റ് ചെറുതാകുമ്പോൾ പ്രിസൈസ് കൂടും. കാരണം ഇത് 5 മില്ലിമീറ്റർ, അത്രയും ചെറിയ ലെന്ത് വരെ ഇതിനെ റീഡ് ചെയ്യാൻ പറ്റും. അതാണ് പ്രിസൈസിന് അർത്ഥം. ഇതിപ്പോ 5 കിലോമീറ്റർ ആണെങ്കിൽ 5 കിലോമീറ്റർ മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏറ്റവും ചെറിയ റീഡിങ് വായിക്കാൻ പറ്റുന്ന ആൾക്ക് പ്രിസൈസ് കൂടും. അതായത് യൂണിറ്റ് ചെറുതാകുമ്പോൾ പ്രിസൈസ് കൂടും എന്ന് ഓർത്തു വെച്ചാൽ മതി. പിന്നെ ലീസ്റ്റ് കൗണ്ട് കൂടുമ്പോൾ, ലീസ്റ്റ് കൗണ്ട് നമുക്ക് വേറൊരു വീഡിയോ പഠിപ്പിക്കാം. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് കൂടുമ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീസ്റ്റ് കൗണ്ട് കൂടുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുമ്പോഴും പ്രിസൈസ് കൂടാൻ പറ്റും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം 5 മില്ലിമീറ്റർ യൂണിറ്റ് ചെറുതാ. അപ്പൊ 5 മില്ലിമീറ്റർ വരെ, അത്രയും മില്ലിമീറ്റർ ലെന്ത് വരെ അതിന് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പ്രിസൈസ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അതാണ് ഇതിന് ഉത്തരം 5.00 മില്ലിമീറ്റർ ആക്കിയത്. അടുത്തതാണ് എറർ എന്ന് പറയുന്ന ടോപ്പിക്. എറർ എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എ മീൻ പ്ലസ് എററിന്റെ മീൻ. അതായത് പെർസെന്റേജ് എറർ എന്താ? ഇപ്പൊ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100 ആണ് പെർസെന്റേജ് എറർ. ഓക്കെ, അതായത് പി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി x+y ആണെങ്കിൽ ഈ പിയിൽ ഉണ്ടാവുന്ന എറർ എന്ന് വെച്ചാൽ രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സിലുണ്ടാവുന്ന എറർ പ്ലസ് വൈയിൽ ഉണ്ടാവുന്ന എറർ. ഈ എറർ ഓൾവേസ് ആഡ്. നമ്മൾ എറർ എപ്പോഴും ആഡ് ചെയ്യും. എറർ ഒരിക്കലും നെഗറ്റീവ് അല്ല. ഏത് കേസ് വന്നാലും എറർ എപ്പോഴും ആഡ് ചെയ്യും. ഇപ്പം പി എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഈ പിയിൽ ഉണ്ടാകുന്ന എറർ കണ്ടുപിടിക്കാൻ എക്സിനുണ്ടാവുന്ന എറർ പ്ലസ് വൈയിൽ ഉണ്ടാവുന്ന എറർ. കാരണം എറർ കണ്ടുപിടിക്കാൻ ഒരിക്കലും നെഗറ്റീവ് ചെയ്യാൻ പാടില്ല, എപ്പോഴും ആഡ് ചെയ്യണം. അപ്പൊ രണ്ടെണ്ണം കൂട്ടിയാലും എറർ സെയിം ആണ്, രണ്ടെണ്ണം കുറച്ചാലും രണ്ടുപേരുടെ എറർ സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇപ്പൊ രണ്ടൊരു മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ എടുക്കുന്നതാണ് പെർസെന്റേജ് എറർ എന്ന ടോപ്പിക്. പെർസെന്റേജ് എറർ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് വെച്ചാൽ ഇത് ശരിക്കും റിലേറ്റീവ് ആട്ടോ. ഇത് റിലേറ്റീവ് എറർ ആണ്. ഇത് റിലേറ്റീവ് എറർ. എപ്പോഴത് പെർസെന്റേജ് എറർ ആവുക? റിലേറ്റീവ് എറർ ഇൻറ്റു 100 എടുക്കുമ്പോഴാണ് പെർസെന്റേജ് എറർ ആവുക. ഇൻറ്റു 100% ചെയ്യുമ്പോഴാണ് പെർസെന്റേജ് എറർ ആവുക. ഇൻറ്റു 100 ചെയ്തിട്ടില്ലെങ്കിൽ അത് റിലേറ്റീവ് എറർ ആയിരിക്കും. അതിപ്പോ ഡെൽറ്റ ആർ ബൈ ആർ, ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ബൈ വൈ. അവരുടെ റിലേറ്റീവ് എറേഴ്സും ആഡ് ചെയ്യാം. ഇതിന്റെ ആറിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ എക്സിന്റെ റിലേറ്റീവ് എററും വൈന്റെ റിലേറ്റീവ് എററും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും എയിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ ആഡ് ചെയ്യാം, ബിയിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ തമ്മിൽ ആഡ് ചെയ്യാം. റിലേറ്റീവ് എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കാം. റേഡിയസ് ഓഫ് എ സ്പിയർ തന്നിട്ടുണ്ട്. ദ പെർസെന്റേജ് എറർ ഇൻ ദ വോളിയം. ഇപ്പൊ സ്പിയറിന്റെ വോളിയത്തിന്റെ ഫോമിൽ എന്താ? സ്പിയറിന്റെ വോളിയം V = 4/3 π ഇൻറ്റു ക്യാപിറ്റൽ R ക്യൂബ് ആണ്. ഇതിന് ഇത്ര എന്തില്ല, എറേഴ്സ് ഇല്ല. കാരണം നമ്പർ പാർട്ടിന് എറേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ V എന്ന് പറഞ്ഞാൽ R ക്യൂബ് ആണ്. അപ്പൊ ഡെൽറ്റ V ബൈ V എന്ന് വെച്ചാൽ 3 ഇൻറ്റു ഡെൽറ്റ R ബൈ R ആണ്. കാരണം R ക്യൂബ് എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എറർ 3 ഇൻറ്റു ഡെൽറ്റ R ബൈ R ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് വെച്ചാൽ എറർ ഇൻ ആർ, അതാണ് ഇത് കേട്ടോ. അപ്പൊ 0.1 ഡിവൈഡ് ബൈ 5.3 ഇതാണ് എന്റെ ഉത്തരം. 3 ഇൻറ്റു എറർ ഡെൽറ്റ എന്ന് വെച്ചാൽ ആറിൽ ഉണ്ടാവുന്ന അല്ലെ റേഡിയസിൽ ഉണ്ടാകുന്ന എറർ. അതാണ് അതിലേക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എറർ. പിന്നെ അതിന്റെ ന്യൂമറിക്കൽ പാർട്ട് എഴുതി വെച്ചാൽ ഉത്തരം കിട്ടും. ഒരു ദിവസം ചെയ്ത് നോക്കാം. എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്പിയർ ഈസ് 1%. എറർ 1% എന്ന് പറയുന്നത് റേഡിയസിലെ. അപ്പോഴെങ്കിൽ വോളിയത്തിന്റെ എറർ എത്ര? ഒരു സ്പിയറിന്റെ വോളിയം നമുക്ക് പറഞ്ഞു V പ്രപ്പോർഷണൽ ടു R ക്യൂബ് ആണ്.
ഇപ്പൊ ഡെൽറ്റ വി ബൈ വി പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ ദ വോളിയം എടുത്താൽ ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 3 ഇൻറ്റു ആർ ആണ്. 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. ദാറ്റ് മീൻസ് 3 ഇൻറ്റു ആറിലുണ്ടാവുന്ന എറർ എന്ന് വെച്ചാൽ 1% ആണ്. അപ്പൊ 3% ആണ് വോളിയം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഈ മുകളിൽ കിടക്കുന്ന 3 എടുത്ത് താരെ കൊണ്ടിടാൻ മറക്കരുത്. ഇനി ജി, ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോമുലയാണ്. ഇനി എറേഴ്സ് ഇൻ ജി, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും ജിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ എന്താണ് ആക്സിഡന്റ് ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന എറർ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുലയാണ് ടി ഈക്വൽ ടു 2π√L/g. ടൈം പീരിയഡിന്റെ ഫോമുല, സിമ്പിൾ പെട്ടത് ടൈം പീരിയഡ് ഫോമുല. ടി ഈക്വൽ 2π√L/g വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അവിടെ നമുക്ക് ജി എങ്ങനെ വിളിക്കും? കാരണം നമുക്കറിയാം 2πക്ക് ഡെന്ത് ഇല്ല, എറേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കാണിച്ചു ചെയ്യാം? ടി ഈസ് ഈക്വൽ ടു √L/g എന്നാണ്. കാരണം 2πക്ക് എന്തില്ല, എറർ ഇല്ലല്ലോ, കാരണം നമ്പർ പാർട്ടല്ലേ. ഇനി ഇപ്പൊ ടി സ്ക്വയർ കൊടുക്കാം, L/g² എന്ന് ജി എന്ന് കൊടുക്കാം, കാരണം ഇത് റൂട്ടില്ലേ. പിന്നെ ഇപ്പൊ ജി ഇസ് ഈക്വൽ ടു L/t² എന്ന് കൊടുത്താൽ ഡെൽറ്റ L/L പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ T/T. ഇതാണ് ജിയിൽ ഉണ്ടാവുന്ന എറർ, ഡെൽറ്റ G/G. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100% ചെയ്യുമ്പോൾ നമുക്കത് റിലേറ്റീവ് എറർ കിട്ടും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എറേഴ്സിലെ കുറച്ച് എറേഴ്സ് അല്ലല്ലോ, ഏതായിരുന്നു, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുമ്പോൾ കണ്ടോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുമ്പോൾ അക്യുറസി കൂടും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുമ്പോൾ അക്യുറസി കൂടും എന്നുള്ള, അല്ലെങ്കിൽ പ്രിസൈസ് കൂടും എന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചായിരുന്നു, ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചായിരുന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുമ്പോൾ അക്യുറസി കൂടും. എങ്കിൽ ഇതൊരു നീറ്റ് PBQ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് നിങ്ങൾ കൈകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രണ്ട് വാല്യൂ തമ്മിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പേര്, ഇവിടെ 4 പേര്, എങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ 2. ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പേര് വരുന്ന ഒറ്റ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഡെസിമൽ കഴിഞ്ഞിട്ട് 4 പേര് വരുന്ന ഓപ്ഷൻ ഉണ്ട്, തെറ്റാണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് 3 തെറ്റാണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് 1 തെറ്റാണ്. കാരണം ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പേര് വേണം. അങ്ങനെ നോക്കിയാൽ മതി, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഈ ക്വസ്റ്റ്യൻ, ഇത് ഹോംവർക്കാണ്, കാരണം ഇത് നീറ്റ് 2026 ക്വസ്റ്റ്യൻ, ഇതൊന്നും ചെയ്ത് നോക്കിയാൽ മതി. ഇത് നോക്കണം, ഇത് ജെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇതിന്റെ വാല്യൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പിടിച്ചോളൂ. എല്ലാ നമ്പർ പാർട്ടും സിഗ്നിഫിക്കന്റ് ആണ്. ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ് എങ്കിൽ അതിന്റെ ഇടയിലുള്ള ഇവരും ഈ സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അതിന്റെ റൈറ്റിലുള്ള സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. ലെഫ്റ്റിൽ സിഗ്നിഫിക്കന്റ് അല്ല, റൈറ്റിലുള്ള എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം 1 2 3 4 5 6 7 8 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. ഇത് സിഗ്നിഫിക്കന്റ് കൂടുതലാണ്. 10⁻⁻⁷ 10ന്റെ പവർ എന്ത് വന്നാലും അത് സിഗ്നിഫിക്കന്റ് അല്ല. 10ന്റെ പവർ എന്ത് വന്നാലും അത് സിഗ്നിഫിക്കന്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതിന് 8 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. അപ്പൊ ഇത് നോക്കി, ഇതിന് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് പറയൂ? ഇത് എത്ര ഉണ്ട്? ലെഫ്റ്റിലുള്ള 0 സിഗ്നിഫിക്കന്റ് അല്ല, ബാക്കി 3 എണ്ണം. ഇതില് എത്ര ഉണ്ട്? ഇതിൽ 4 എണ്ണം. കാരണം ഇത് 2 സിഗ്നിഫിക്കന്റ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ഇടയിലുള്ള 0 സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 6 സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലേ, 6 എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ആൻ എക്സ്പെരിമെന്റ് y തന്നിട്ടുണ്ട്, വേർ ഓൾ ദ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്, ദെൻ ഈ y എന്ന് പറയുന്നത് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതുക. ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷൻ, നേരത്തെ ആഡ് ചെയ്യാൻ പഠിച്ചു. ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മതി, ആഡ് ചെയ്യും. ഇതിപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോഴോ നോക്കണം. ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കണം. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. ഇവിടെയോ ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇവിടെയോ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. എങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് വേണ്ടത്. അതായത് ഇവിടെ നമുക്ക് ഉത്തരത്തിൽ വേണ്ടത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അപ്പോൾ ഉത്തരത്തിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി മാത്രമേ ഉള്ളൂ, 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. കാരണം ഇവിടെ എത്ര? ഇവിടെ 5 സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇവിടെ എത്ര? 6 സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇവിടെ എത്ര? 7 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് നമുക്ക് വേണ്ടത്. ഉത്തരത്തിൽ എത്ര? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് വേണ്ടത്. കാരണം മൾട്ടിപ്ലിക്കേഷൻ റൂൾ അതാണ്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.